അപ്പോൾ ചുരിപ്പേരിൻ്റെ സ്റ്റിച്ചിങ് ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. അപ്പോൾ അതാ നമ്മൾ ആ ഒരു പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒരു പാൻറ്റിൻ്റെ ഒരു ഭാഗമാണ് എടുത്തിട്ടുള്ളത്. ഞാൻ നല്ല പറഞ്ഞിരുന്നു ജോയിൻ ചെയ്യേണ്ട സ്ഥലങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു സൈഡിലും ഈ ഒരു സൈഡിലും ഒരു കോണായിട്ടാണ് നിൽക്കുക. അപ്പോൾ ഈ രണ്ട് സൈഡിലാണ് നമ്മൾ ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് രണ്ട് പീസ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു കർവ് വരുന്ന ഭാഗം പുറത്തേക്ക് തള്ളി വരുന്ന രീതിയിലാണ്, പുറത്തേക്ക് കണ്ടോ ഇങ്ങനെ പുറത്തേക്ക് തള്ളി വരുന്ന രീതിയിലാണ് വെക്കേണ്ടത്. അതും ഈ സെൻറ്റർ ഭാഗത്ത്, മുകളിലും അല്ല താഴത്തും അല്ല, ഈ സെൻറ്റർക്ക് തന്നെ ഈ കർവ് താഴത്തേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിനി ഇതിൻ്റെ നല്ല വശം അതുപോലെ ഈ ഒരു ഇതിൻ്റെ നല്ല വശം ഒരുമിച്ച് വെക്കുക. നമ്മൾ പറഞ്ഞു തൊടയളവും ഒരേ അളവിൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഇതാണ് തൊടയളവ്. അപ്പം അതേ സെയിം അളവിൽ തന്നെയാണ് നമ്മൾ ഇതും കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് രണ്ടാണ് ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ നല്ല വശവും ഇതിൻ്റെ നല്ല വശവും മുഖാമുഖം വെക്കണം. അപ്പോൾ ഇതൊരേ കളറായതുകൊണ്ട് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ നമ്മളങ്ങനെ ഉള്ള ശീലക്കൊക്കെ അങ്ങനെ നോക്കട്ടോ. ഒരേ തരം നല്ല വശങ്ങൾ തമ്മിൽ ഒരുമിച്ച്, ഇത് നല്ല വശം ഇത് നല്ല വശം ഒരുമിച്ച് വെക്കുക. എന്നിട്ട് ഇതിലൂടെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. നമ്മൾ ഇങ്ങനെ മറിച്ചുമ്പോൾ ഈ കർവ് താഴത്ത് വരണം കേട്ടോ. ഈ ഒരു കർവ് താഴത്ത് വരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിപ്പോൾ ഒരേ കളറായതുകൊണ്ട് നമുക്ക് പ്രശ്നമല്ല ഏത് പീസ് എടുത്താലും. അപ്പോൾ നമ്മൾ ഇനി വേറെ സെപ്പറേറ്റ് കളറുള്ളത്, ഉൾവശം പുറവശം സെപ്പറേറ്റ് കളറുള്ളത് നമ്മൾ ഈ ഒരു പീസൊക്കെ ആദ്യം വെച്ച് നോക്കണം എവിടെ വരുന്നത് എന്നൊക്കെ. നല്ല വശം ചേർത്ത് വെച്ചിട്ട് വേണം നമുക്കിത് ജോയിൻ ചെയ്യാനായിട്ട്. ഇതുപോലെ ഏതെങ്കിലുമൊക്കെ ആയിട്ട് ജോയിൻ ചെയ്യരുത്. ഇത് സെയിം എല്ലാ ഒരു കളറായതുകൊണ്ടാണ് നമുക്ക് ഏത് പീസും എടുക്കാം. ഡിഫറെൻറ്റ് കളറുള്ളതാണെങ്കിൽ നമുക്ക് ഇതൊക്കെ വെച്ച് നോക്കിയിട്ട് വേണം തയ്ക്കാനായിട്ട് കേട്ടോ. ഇനി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല വശം നല്ല വശം ഒരുപോലെ മുഖാമുഖം വെച്ചിട്ട് വേണം ഇതിലൂടെ നേരിട്ട് സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ ഈ സൈഡ് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ല, നമ്മൾ ഈ സൈഡ് എത്ര ഭാഗം നമ്മൾ തയ്ച്ചു. ഇനി നമുക്ക് ഇതൊന്ന് അപ്പുറം മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ കണ്ടോ, അപ്പുറം മറിച്ചിടുമ്പോൾ നമ്മൾ ഈ ഒരു കർവ് താഴത്തേക്ക് വരുന്ന രീതി തന്നെയാണ്. ഈ ഒരു കണ്ടില്ലേ, ഈ ഒരു ഭാഗം താഴത്തേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലൂടെ ഒന്ന് പതിച്ച് തയ്ക്കണം കേട്ടോ. ഈ നേരത്തെ തയ്ച്ചതിലൂടെ ഒന്ന് പതിച്ച് തയ്ച്ചു കൊടുക്കണം. അങ്ങനെ നമ്മൾ ഈ ഒരു ഭാഗം ഈ ഒരു സൈഡ് പതിച്ചടി തയ്ച്ചു. കണ്ടില്ലേ, അങ്ങനെ ഈ ഭാഗം കഴിഞ്ഞു. ഇനിയുള്ളത് ഈ ഒരു ഭാഗമാണ്, ഈ തുടയളവിൻ്റെ ഈ ഒരു ഭാഗം. രണ്ട് സൈഡ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഭാഗത്തും കൂടി നമുക്കതുപോലെ പീസ് വെച്ചിട്ട് പതിച്ച് തയ്ച്ചെടുക്കാം കേട്ടോ. ഞാൻ കാണിച്ചു തരുന്നില്ല. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ ഈ ഒരു കോണ് വരുന്ന ഭാഗം ഈ സൈഡിക്ക്, മുകൾക്കും അല്ല താഴത്തേക്കും അല്ല, ഈ സൈഡിക്ക് വേണം വരാനായിട്ട്. അതുപോലെ നമ്മൾ നല്ല വശം വേണം മുഖാമുഖം വെച്ചിട്ട് വേണം പുറത്തേക്ക് തയ്ക്കാൻ. അങ്ങനെ നമ്മൾ ഈ സൈഡും പതിച്ചടിച്ചു, ഈ സൈഡും കൂട്ടിച്ചേർത്ത്. കണ്ടപ്പോൾ ഇതൊരു കോണ് രൂപത്തിലാണ് കിട്ടുക. പിന്നെ നെക്സ്റ്റ് അങ്ങനെ എന്താ പറയുക, കഷ്ണമൊക്കെ ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിലൊക്കെ കട്ട് ചെയ്ത് കളയട്ടെ. നമുക്ക് ഇതിനോട് ഒന്ന് അതേ ലെവലാക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് കളയാം. അതൊന്നും പ്രശ്നമാക്കണ്ട. ഇനി ഇതുപോലെ നമുക്ക് ഇങ്ങനത്തെ രണ്ട് പീസ് ഉണ്ടല്ലേ നമ്മൾ കാൽഭാഗം. അപ്പോൾ ഇതുപോലെ മറ്റേ പീസും കൂടി ഇതുപോലെ തയ്ച്ച് വരാം കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് ഇതുപോലത്തെ ഇങ്ങനെയായിട്ട് കിട്ടുക. തയ്ച്ചിട്ട് ഇതുപോലെയാണ് കിട്ടുക. ഇതുപോലെ രണ്ട് പീസ് കിട്ടും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇനി നമുക്ക് ഈ രണ്ട് പീസും ഇതുപോലെ മേലക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇത് ഒരു പീസ് എന്നു വെച്ചാൽ ഇത് ഒരു പീസ്, അതിൻ്റെ മുകൾക്ക് ഇതിൻ്റെ നല്ല വശം ഇതിൻ്റെ നല്ല വശം കൂടി ഇങ്ങനെ മുഖാമുഖം വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഒരുമിച്ച് രീതിയിൽ. ഇതുപോലെ തന്നെ കോണ് ഇങ്ങോട്ട് വരും, രണ്ടിനും കോണ് ഇങ്ങോട്ട് വരും. കണ്ടോ, അതിൻ്റെയും കോണ് ഇങ്ങോട്ട് വരും. ഇതുപോലെ മുഖാമുഖം കണ്ടോ. നല്ല വശങ്ങളൊക്കെ ഉൾവശത്താട്ടോ. ഇത് നല്ല വശമാണ് ഇതിൻ്റെ. ഇത് നല്ല വശം. ഇത് മുഖാമുഖം വെച്ചിട്ടുണ്ട്. കോണ് ഇങ്ങോട്ട് വരുന്ന രീതിയിലാണ് ഇതുപോലെ വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ കാൽഭാഗം ഇങ്ങോട്ട് വരുന്നു, പാദത്തിൻ്റെ ഭാഗം. ഇനി നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മൾ നോർമൽ പേനിന് നമ്മൾ ഇതുപോലെ കോണ് വരുന്നിടത്ത് ഇങ്ങനെ തയ്ച്ചു കൊടുത്തിരുന്നല്ലോ. ഇവിടുന്ന് ഇതുവരെ തയ്ച്ചിട്ട് ഇവിടെ നിർത്തുക. അതുപോലെ ഈ സൈഡിലും ഇതുവരെ തയ്ച്ചിട്ട് ഇങ്ങനെ നിർത്തുക. അപ്പോൾ നല്ല വശം ഇങ്ങനെ മുഖാമുഖം വെച്ചിട്ടാണ് നമ്മളങ്ങനെ തയ്ക്കേണ്ടത്. നമുക്കങ്ങനെ തയ്ച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഈ സൈഡും ജോയിൻ ചെയ്തു. കാണുന്നുണ്ടോ? ജോയിൻ ചെയ്തു. അതുപോലെ ഈ സൈഡും ഇതുവരെ ജോയിൻ ചെയ്തിട്ടോ. രണ്ട് സൈഡിൻ്റെയും ഇവിടുന്ന് മുതൽ ഇതുവരെ മാത്രം ജോയിൻ ചെയ്താൽ മതി. ഇതിന് മുതൽ ഇതുവരെ മാത്രം ജോയിൻ ചെയ്യുക. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ,
നമുക്ക് രണ്ട് കണ്ടോ സെൻറ്ററായിട്ട് ഇങ്ങനെ കിട്ടും, ഒരു കോണുണ്ട് കേട്ടോ അവിടെ. ഈ സെൻറ്ററും ഇനി സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഞാൻ കാണിച്ചാൽ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതാ രണ്ട് ഭാഗമായിട്ട് കിട്ടും. ഇതിൻ്റെ സെൻറ്ററും ഒരുമിച്ച് പിടിക്കുക. താഴത്ത് കണ്ടോ ഇതുപോലെ ആയിരിക്കും കിട്ടുക, നടയാണിട്ടത്. ഇനി നമുക്കിത് തയ്ച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കണ്ട് ആ ഒരു കാലും മറ്റേ കാലും അങ്ങനെ കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഇതും ഒരുമിച്ച് വരണം, അതുപോലെ ഇതിൻ്റെ സെൻറ്ററും ഒരുമിച്ച് വരണം. ഇനി ഇതിലൂടെ നമുക്ക് തയ്ച്ചെടുക്കണം കേട്ടോ. നമുക്ക് സാധാ പാൻറ്റിന് ചെയ്യണതിൽ ഈ ഒരു കാലിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ തയ്ച്ച് വന്നിട്ട് നടയിലൂടെ ഇങ്ങനെ തയ്ച്ച് വന്നിട്ട് മറ്റേ കാലിൻ്റെ അറ്റം വരെയാണ് തയ്ക്കേണ്ടത്. ഇനി അതിന് മുന്നായിട്ട് നമുക്ക് ഇതൊന്ന് 1/2 ഇഞ്ച് ഇട്ടുകൊണ്ട് ഉള്ളിലിട്ട് ഇങ്ങനെ മടക്കിയിട്ട് തയ്ച്ചെടുക്കണം കേട്ടോ. ഇതിൻ്റെ വക്കം അത് നമ്മൾ നോർമൽ പാൻറ്റും അത് നല്ല വീതിയിലാക്കൂല, ചെറിയ ഒരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ചിലോ 2 വട്ടം മടക്കിയിട്ട് ചെറിയ ഇതിലാണ് നമ്മൾ ഇതൊന്ന് മടക്കിയിട്ട് തയ്ക്കേണ്ടത്. അത് തയ്ച്ചിട്ട് വേണം നമുക്ക് ഇതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നമ്മളെ കാലിൻ്റെ അടിവശം ഇതാണ് വരുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ചെറുതായിട്ട് അതായത് ഇത്ര രീതിയിൽ ഒരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച് ഇതിൽ ഒന്ന് മടക്കിയിട്ട് 2 തവണ മടക്കിയിട്ട് നമുക്കത് തയ്ച്ചു കൊടുക്കാം. ഇതുപോലെ ഔട്ടോ കിട്ടുക. നമ്മൾ നോർമൽ പാൻറ്റിൻ്റെ പോലെ ഒരു ചുരി പാൻറ്റിന് നല്ല രീതിയിൽ നമ്മൾ മടക്കി തയ്ക്കൂല കേട്ടോ. തായ് ഭാഗം ഈ ഒരു അളവിലൊക്കെയാണ് നമ്മൾ തയ്ച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു സൈഡ് കഴിഞ്ഞിട്ടുണ്ട്, ഇതുപോലെ നമുക്ക് മറ്റേ സൈഡ് കൂടി തയ്ച്ചെടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു പാൻറ്റിൻ്റെ ഈ ഒരു അറ്റത്തിൽ തുടങ്ങി മറ്റേ അറ്റം വരെ നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഒരു കാലിൻ്റെ അടിവശം മുതൽ മറ്റേ കാലിൻ്റെ അടിവശം വരെ നമ്മൾ ഒരു സ്റ്റോപ്പില്ലാതെ അങ്ങനെ പോവാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ നമുക്ക് ജോയിൻ ചെയ്ത ഓരോ ഭാഗങ്ങൾ വരുന്നുണ്ട്. മീൻസ് ഒന്ന് നമ്മൾ നട വരുന്ന സമയത്ത് നമ്മൾ സെയിം ബേക്കത്തെ സ്റ്റിച്ചിങ്ങും നമ്മൾ മുൻപത്തതും നമ്മൾ ജോയിൻ ചെയ്തൊക്കെ ഒരുപോലെ വെക്കുക. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ജോയിൻ ചെയ്തല്ലോ ആ സ്റ്റിച്ചിങ്ങും നമ്മൾ ബേക്കും മുൻപൊക്കെ ഒരുപോലെ വെക്കുക കേട്ടോ. എന്നിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. എന്നാലും നമുക്ക് ഇടുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടായിക്കാരും, പിന്നെ നമ്മൾ ബാലൻസൊക്കെ ആയിട്ട് വരും. അപ്പോൾ അതിനനുസരിച്ചൊക്കെ ഇങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം അത് തയ്ച്ചെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും അതിങ്ങനെ ശ്രദ്ധിച്ചിട്ട് മാത്രം തയ്ച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ എത്രയാണോ തയ്യൽ തുമ്പ് ഇട്ടിട്ടുള്ളത് ആ തയ്യൽ തുമ്പ് 1 ഇഞ്ചാണെങ്കിൽ 1 ഇഞ്ച്, 1/2 ഇഞ്ചാണെങ്കിൽ 1/2 ഇഞ്ച് ഇട്ടിട്ട് ഇങ്ങനെ തയ്ച്ചെടുക്കുക. നമുക്ക് തയ്ച്ചിട്ട് ഇനിയിപ്പോൾ നമ്മളൊന്ന് ഇട്ട് നോക്കിയിട്ട് ലൂസാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്ന് നമ്മളെ തായ് ഭാഗം ഒന്ന് ഷേപ്പാക്കി കൊടുക്കാം. നമ്മൾ അടിവശം ഷേപ്പാക്കരുത്. അങ്ങനെയാണെങ്കിൽ നമ്മളെ കാല് കയറൂല, മടമ്പ് കയറൂല. അത് കഴിഞ്ഞിട്ടുള്ള ഭാഗം ഒന്ന് ഷേപ്പാക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ മൊത്തത്തിൽ നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മൊത്തത്തിലൂടെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പാൻറ്റ് ഇവിടെ ഫുള്ളായിട്ടില്ല, നമുക്ക് ഇനി അരപ്പട്ടയും കൂടി വെക്കാണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് അരപ്പട്ട വരിക. അപ്പോൾ ഇതൊക്കെ നമ്മളിത് ഫുള്ള് കറക്റ്റായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ സെൻറ്റർ ഭാഗം ഇത് നടഭാഗം ഇതൊക്കെ ഒരുപോലെ പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അതുപോലെ നമ്മളെ തുടഭാഗം നമ്മൾ ഇതാക്കിയെടുത്തൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തൊക്കെ ഒരുപോലെ പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ അതൊക്കെ കറക്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന് അരപ്പട്ട വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ അരപ്പട്ടയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ 4 പീസ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ 7 ഇഞ്ച് നമ്മൾ വണ്ണം, അതുപോലെ നമ്മൾ വീതി അഥവാ ഇത് റൗണ്ടൊക്കെ നമ്മളെ അളവിനനുസരിച്ച് എടുത്തു. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്നായിട്ട് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ബാൻഡ് തയ്ച്ചു കൊടുക്കുക. ഇതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ബാൻഡ് അഥവാ നമ്മളെ വള്ളിടാനുള്ള ഭാഗം തയ്ക്കുന്നത്. അത് തയ്ച്ചിട്ട് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/4 ഇഞ്ച് ഇങ്ങനെ മടക്കുക. അതിനുശേഷം നമുക്ക് വള്ളിടാൻ വേണ്ടിയിട്ട് ഒരു ഇഞ്ച് അളവിൽ ഇത്ര വീതിയിൽ നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരാം കേട്ടോ. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ബാൻഡ് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മളെ പാൻറ്റുമ്മേ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമ്മളെ ബാൻഡ് നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഒറ്റ പീസാക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അവിടെ ഞാനൊന്ന് മടക്കി തയ്ച്ചിട്ടുണ്ട് കേട്ടോ. അത് അല്ലെങ്കിൽ നമുക്ക് ഇതുവരെ ഒന്ന് തയ്ച്ചിട്ട് ഉള്ളിലേക്ക് മടക്കിയാലും മതി, അല്ലെങ്കിൽ ഇങ്ങനെ മടക്കി തയ്ച്ചിട്ട് ഇത് രണ്ടും ഇതുവരെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. നമുക്ക് കുറച്ച് നമ്മൾ ബാൻഡും ഇതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ വള്ളിടാലും ബാൻഡും ഇതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പുറം മറിച്ചിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മളെ വള്ളി ബാൻഡിൻ്റെ ഓപ്പൺ അഥവാ ഫ്രണ്ട് ഭാഗം വരുന്ന ഭാഗമാണ്. നമ്മൾ ഇത്ര ഓപ്പൺ ഇട്ടാൽ മതി. അതിനുശേഷം ഇത്ര വരെ നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കണം, അതായത് നമുക്കൊന്ന് തയ്ച്ചെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഇത് ഇവിടെ ഇത്ര തയ്ച്ചിട്ട് നമ്മൾ സാധാരണ നോർമൽ പാൻറ്റൊക്കെ ഉള്ളിലേക്ക് മടക്കുമല്ലോ, അതുപോലെ ചെയ്താലും മതി. ഞാൻ വളരെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തതാണ്. പിന്നെ ബാൻഡും ഒപ്പം തന്നെ ഇട്ടിട്ടുണ്ട്.
അപ്പോൾ നമുക്കിനി പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ ബാൻഡ് നമ്മളെ സീറ്റ് അളവിൽ വെക്കുമ്പോൾ, നമ്മൾ പാൻറ്റിന്മേൽ വെക്കുമ്പോൾ ഇത് കുറച്ച് ഓവറായിരിക്കും തുണി. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ബാക്കിൽ 2 ചെറിയൊരു എന്താ പറയുക ഞെറി ഇട്ട് കൊടുക്കണം. അതുപോലെ സൈഡിൽ ഓരോ ഞെറി ഇട്ട് കൊടുക്കണം, ആ സൈഡിലും ഈ സൈഡിലും. പിന്നെ ഫ്രണ്ടിലും അതുപോലെ തന്നെ 1 2 ചെറിയ ഞെറിവ് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഞെറിവ് ഇട്ട് കൊടുത്താൽ നമുക്ക് നമ്മൾ ഈ ഒരു സാധാരണ പാൻറ്റ് നമ്മൾ മുകൾ ഭാഗം ഒരുപാട് ലൂസായിട്ടല്ല വേണ്ടത്. അപ്പോൾ അങ്ങനെ ലൂസിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് വയറുള്ളവർക്കൊക്കെ അങ്ങനെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ സീറ്റ് അളവും അതുപോലെ ഈ ഒരു ബാൻഡ് അരപ്പട്ടി ഒരേ സെയിം അളവിലെടുക്കുന്നവരൊക്കെ ഉണ്ട്, അഞ്ഞെറിവ് ഇല്ലാതെ. അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ നല്ല വയറൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ ചെയ്യാൻ നല്ലത്. അത് മനസ്സിലാവട്ടെ, എന്നെ തയ്ക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഈ ഒരു സീറ്റ് അളവ് പറഞ്ഞാൽ ഇത്രയും മുതൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും നമുക്ക് ബാലൻസ് ആണ്. അപ്പോൾ ആ ബാലൻസൊക്കെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെറിയ ചെറിയ ഞെറിവ് ഇട്ട് കൊടുക്കാനാണ് കേട്ടോ. അപ്പോൾ ബാക്ക് സൈഡിൽ ഇവിടുന്ന് ഇങ്ങോട്ടൊന്നും ഒരു ചെറിയ ഞെറിവ് ഇട്ട് കൊടുക്കും. അതുപോലെ നമ്മൾ ഈ സൈഡിലെ ഈ സൈഡ് വരുന്നിടത്തും ഒരു ഞെറിവ് ഇട്ട് കൊടുക്കും. അതുപോലെ ഇവിടെ ഒരു ഞെറിവ് ഇട്ട് കൊടുക്കും. അതുപോലെ ഫ്രണ്ടിൽ ഈ ഒരു ഇത് വരുന്നുണ്ടല്ലോ, നമ്മൾ ഓപ്പൺ ഭാഗം, അതായത് നമ്മൾ ഇവിടെയാണ് നമ്മൾ വള്ളിയിടേണ്ട ഭാഗം വരേണ്ടത്. അപ്പോൾ അതിന് മുന്നായിട്ട് ഇവിടെ 1 ഇവിടെ 1 2 ഇട്ട് കൊടുക്കുക. നമ്മളെ ശീലക്കനുസരിച്ച് ഇട്ട് കൊടുക്കുക. അതുപോലെ ഞെറിവിനനുസരിച്ച് ചെറിയ ഞെറിവാണെങ്കിൽ 2 ഇട്ട് കൊടുക്കേണ്ടി വരും. വലിയ ഞെറിവാണെങ്കിൽ 1 ഇട്ട് കൊടുക്കേണ്ടി വരും. ഒക്കെ നമ്മൾ ഈ ഒരു ശീലക്കനുസരിച്ച് അളവിനനുസരിച്ച് നമ്മളിങ്ങനെ ചെയ്ത് വരണം. ഫസ്റ്റ് നമുക്ക് ഇതൊന്ന് ഇവിടുന്ന് മുതൽ ഇതുവരെ ജോയിൻ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇങ്ങനെ തയ്ച്ച് വരാം കേട്ടോ. നമുക്ക് ഫസ്റ്റ് നമ്മളെ ബാൻഡൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഇത്ര ഓപ്പൺ മതി നമുക്ക് വള്ളി ഇടുന്നിടത്ത്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്കിതൊന്ന് ക്ലോസ് ചെയ്താൽ നമുക്കിതൊന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. ഓഫാക്കി നമ്മളിവിടെ നമ്മൾ 2 തയ്ക്കലൊക്കെ തയ്ച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്കിത് ക്ലോസ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ, തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മളെ പാൻറ്റുമേ ഈ ബാൻഡ് തയ്ച്ച് പിടിപ്പിക്കാം. നമുക്ക് ഈ ബാൻഡ് ഇതുപോലെ 2 ഈക്വലാക്കി മടക്കാം. ഈ ഭാഗമാണ് ബാക്കിൽ വരാം കേട്ടോ. ബാക്ക് സൈഡിൽ നമ്മളെ പാൻറ്റിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ ഇവിടെ ഉണ്ടല്ലോ ജോയിൻ ചെയ്തത്. അപ്പോൾ അവിടെ മുതൽ നമുക്ക് തുടങ്ങാം. നമുക്ക് ഞെറിവ് ഇട്ടുകൊണ്ട് ഫസ്റ്റ് ഞെറിവ് ഈ ജോയിൻ ചെയ്തതിൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ടൊന്നാണ് തയ്ച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ പാൻറ്റ് അടിയിൽ വെച്ചിട്ടുണ്ട്. അതിന് മുകളിൽ 2നും നല്ല വശങ്ങൾ മുഖാമുഖം വെച്ചിട്ടുണ്ട് കേട്ടോ. ശേഷം നമുക്ക് ഇതൊപ്പം വെച്ച് കൊടുക്കാം. ബാക്ക് സൈഡും ഇതിൻ്റെ ഈ ബാൻഡിൻ്റെ ബാക്ക് സൈഡും ഒരുമിച്ച് വെച്ച് കൊടുക്കാം. പക്ഷെ പിന്നെ തയ്ച്ചുകൊണ്ട് നമുക്കിനി ഞെറിവ് ഇട്ട് കൊടുക്കാം. ഞെറിവ് ഉള്ളിലേക്കാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ടൊരു ഇതിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഞാൻ ഒരു ഞെറിവാട്ടോ തയ്ച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് കുറച്ച് അത്യാവശ്യം ഞെറിയിലെടുക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഇഞ്ചിലൊക്കെ ഞാൻ എടുക്കുന്നുണ്ട്. നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു സീറ്റ് നമ്മൾ അരപ്പട്ടക്ക് സീറ്റ് അളവിൽ 6 ഇഞ്ചൊക്കെ കൂട്ടുന്നത് ഈ ഒരു ഞെറിവ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ നമുക്ക് ഓരോന്ന് 4 പീസല്ലേ, അപ്പോൾ അതൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ തയ്യൽ തുമ്പൊക്കെ പോവും. അപ്പോൾ അതിനൊക്കെ പാടെ വേണ്ടിയിട്ടാണ് നമ്മൾ 6 ഇഞ്ച് തയ്ക്കുന്നത്. ഞാനിവിടെ ഞെറിവ് ഒന്ന് തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ സൈഡുക്കും ഒന്ന് തയ്ക്കണം. അപ്പോൾ അതുവരേക്കൊന്ന് തയ്ച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ഈ ജോയിൻ ചെയ്ത ഭാഗമാണ് കേട്ടോ, ആ സൈഡിലേക്ക് വരുമ്പോഴാണ് നമ്മൾ അടുത്ത ഞെറിവ് ഇട്ട് കൊടുക്കേണ്ടത്. അത് നമ്മളെ സൈഡ് ഭാഗം ഈ ഭാഗത്തൊക്കെ ആയിട്ട് വരും. അത് നിങ്ങൾക്ക് അതേ ത്രികോണം പോലെ കാണും. അപ്പോൾ ആ ഭാഗത്താണ് ഞാൻ അടുത്ത ഞെറിവ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അവിടെ ഒരു ചെറിയ ഞെറിവ് ഇട്ട് കൊടുക്കാം നമുക്ക്. അത് ഇങ്ങോട്ട് ഉള്ളിലേക്കാക്കിങ്ങാണ്ട് തന്നെ ഇട്ട് വേണ്ടത്. അടുത്ത നമുക്ക് ഇനി ഫ്രണ്ടിലേക്കാണ് വേണ്ടത്. ഫ്രണ്ടിൽ ഇതുപോലെ ചെറിയ ഞെറിവ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഫ്രണ്ടിലേക്ക് ഒരു ഞെറിവില്ല തുണി തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ബാലൻസ് ഇല്ല. അപ്പോൾ ഞാൻ വലിയ ഞെറിവ് ഇട്ടുകൊണ്ട് ബാലൻസ് ഒന്നുമില്ല. ചെറിയ ഒരു 1/2 ഇഞ്ചിൻ്റെ ഞെറിവൊക്കെയാണെങ്കിൽ ഒരുപാടുണ്ടാവും. അപ്പോൾ ഞാൻ 1 ഇഞ്ചിൻ്റെ ആയപ്പോൾ ഒരു ഞെറിവ് തന്നെയാണ് കേട്ടോ എല്ലായിടത്തും ഇട്ടെടുക്കുന്നത്. ഇതുപോലെ മൊത്തത്തിൽ നമുക്ക് തയ്ച്ച് വരാം മറ്റേ സൈഡും കൂടി. നമ്മളൊരു ബാക്കിൽ നിന്ന് തുടങ്ങി പിന്നെ നമ്മൾ ഇത് തയ്ച്ചെത്തുന്നതും ബാക്കിൽ തന്നെയാണ്. അപ്പോൾ അതുവരെ കണ്ടിന്യൂസ് ആയിട്ട് ഒരുമിച്ച് ഇങ്ങനെ തയ്ച്ച് പോകണം. ഞെറിവ് ഇടാനിടത്തൊക്കെ ഞെറിവ് ഇട്ട് കൊടുക്കുക. ഞെറിവ് 4 ഭാഗത്തായിട്ടാണ് വരിക. പാൻറ്റിൻ്റെ 2 സൈഡിലും ബാക്കിലും അതുപോലെ മുൻപിലാണ്. ബാക്കിൽ 2 മുൻപിൽ 2 സൈഡിലൊക്കെ ഓരോന്ന് അങ്ങനെ കേട്ടോ. അതൊക്കെ നമ്മൾ തുണിക്കനുസരിച്ച് നമുക്ക് ചിലപ്പോൾ ഈ സൈഡിൽ തുണി ഇല്ലെങ്കിൽ സൈഡിൽ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ബാക്കിൽ മുൻപിൽ ഇട്ടാലും മതി.
അതൊക്കെ നമ്മൾ തുണിക്കനുസരിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഈ ഒരു അരപ്പട്ടിൻ്റെ തുണിക്കനുസരിച്ച്. കാരണം നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ചിലർക്ക് 1/2 ഇഞ്ചിൽ, ചിലർ 1 ഇഞ്ചിലൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ അത്രയും ശീല അങ്ങനെ പോവും. നമുക്ക് ഞെറിവ് നമ്മൾ വിചാരിച്ച അത്ര ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലും ബാക്കിലും ഇട്ട് കൊടുക്കുക. തുണി ഉണ്ട് എന്നുണ്ടെങ്കിൽ ശീല നമുക്ക് അരപ്പട്ടക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ സൈഡിലൊക്കെ ചെറിയ ചെറിയ ഞെറിവ് ഇട്ട് കൊടുക്കുക. 1 ഇഞ്ചിൽ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. 1/2 ഇഞ്ചിലാണ് ശരിക്കും ഇടേണ്ടത്. ഞാൻ ഇതിൻ്റെ ഒരു സുഖത്തിനാണ് ഞാൻ 1 ഇഞ്ചിൽ ഇടുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യുക. അപ്പോൾ ഇത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ അരപ്പട്ടൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ പാൻറ്റ് ഇവിടെ ഫുള്ളായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര വളരെ സിമ്പിളാണ്. നമ്മൾ ഇതൊക്കെ പാൻറ്റൊക്കെ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ചുരിപ്പൻ്റെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ എനിക്ക് അരപ്പട്ട ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഞെറിവ് വിട്ടല്ലോ. അപ്പോൾ ചിലരൊന്നും ഞാൻ ഞെറിവ് ഇടലില്ല. ഞെറിവ് ഇടാത്തവരാണെങ്കിൽ നമ്മൾ ആ കണക്കിൽ ചെറിയ മാറ്റം വരുത്തണം കേട്ടോ. നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞല്ലോ സീറ്റ് അളവ് കൂടെ 6 ഇഞ്ച് കൂട്ടണമെന്ന്. അപ്പം 6 ഇഞ്ച് കൂട്ടേണ്ട ആവശ്യം ഉണ്ടാവില്ല. നമ്മൾ ഒരു 2 3 കൂട്ടിയാൽ മതിയാവും. നമ്മൾ ബാൻഡ് തയ്ക്കാനുള്ള, നമ്മൾ ഇവിടെ മടക്കി തയ്ക്കാനുള്ളതും അതുപോലെ ജോയിൻ ചെയ്യാനുള്ളതൊക്കെ കൂട്ടിയാൽ മതിയാവും. അപ്പോൾ നമ്മൾ സാധാരണ ഞെറിവിടെ നല്ലത്, കാരണം നമുക്ക് വയറൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് നമുക്ക് ഇവിടെ ലൂസായി കിടക്കണമല്ലോ മുകൾ ഭാഗം, നമ്മൾ ആ വള്ളി കിട്ടുന്ന ഭാഗം. അപ്പോൾ അതിന് ഒരു ലൂസായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞെറിവ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ പാൻറ്റ്. അപ്പോൾ നമ്മളെ ചുരി പാൻറ്റിൻ്റെ ഇത് ഇവിടെ ഇന്നത്തോടെ കഴിഞ്ഞിട്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് വിലപ്പെട്ട കമൻറ്റുകളൊക്കെ എന്തെങ്കിലുമൊക്കെ അറിയിക്കുക കേട്ടോ.